ഇന്ന് രാവിലെ ഇഡ്ഡലിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതേ തലേദിവസം ഞാൻ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. എന്നെ ഒരാൾ ദേ ഇവിടെ സഹായിക്കാനൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാവ് അരച്ച് വെക്കുമ്പം ഞാൻ 1½ കപ്പ് മാവ് അരി എടുത്തിട്ട് അതിന് 1/4 കപ്പ് ഉഴുന്നും ഒരു 5, 6 സ്പൂണ് ചോറും കൂടെ ചേർത്തിട്ടാണ് അരച്ച് വെക്കുന്നത്. അപ്പോൾ ദേ നല്ലോണം രാവിലെ പൊന്തി വന്നിട്ടുണ്ട് മാവ്. അപ്പം കഴിഞ്ഞിട്ട് നമ്മളിത് ഇഡ്ഡലി തട്ട് എടുത്തിട്ട് നല്ലോണം എണ്ണ തേച്ചിട്ട് വേണം നമ്മൾ ഇഡ്ഡലിയുടെ മാവ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം വേണം നമ്മൾ ഇഡ്ഡലി തട്ട് വെക്കാനും അതിലോട്ട് മാവ് ഒഴിക്കാനും. എന്നാലേ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. എന്നിട്ട് നമ്മൾ ഒരു 20 മിനിറ്റ് വേണം ഇഡ്ഡലി വേവാൻ വേണ്ടിയിട്ട്. ഞാൻ മാവ് അരച്ച് വെക്കുമ്പോൾ സാധാരണ 2 ദിവസത്തേക്കുള്ള മാവ് അരച്ച് വെക്കാറുണ്ട്. ഇന്ന് ഇഡ്ഡലിയും നാളെ ദോശയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ള മാവ് ദേ ഞാനെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ദേ ഇഡ്ഡലി നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ ഒന്ന് കുറച്ച് തണുത്ത് കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ അടത്തി എടുക്കാവുന്നതാണ്. എണ്ണയൊക്കെ തേച്ചതുകൊണ്ട് ഇഡ്ഡലിയൊന്നും ഒട്ടും പാത്രത്തിൽ പിടിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയത് സാമ്പാറാണ്. അപ്പം നമ്മളങ്ങനെ സാമ്പാർ, ചട്നി എന്ന് പറഞ്ഞ് കുറേ സാധനങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ സാമ്പാർ തന്നെ ധാരാളമാണ് നമുക്കിവിടെ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഇഡ്ഡലീൻ്റെ കൂടെ സാമ്പാറാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്